മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ദിവസക്കൂലി 240 രൂപയിലേക്ക്, അതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ 125 എണ്ണമായി ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 2026 ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത്, കേരളത്തിലെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. employment.kerala.government.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിൽ സ്ഥിര താമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാനും പാടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ, രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ, സർവകലാശാലകൾ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ UPSC, സംസ്ഥാന PSC, സർവീസ് സെലക്ഷൻ ബോർഡ്, കര, നാവിക, വ്യോമസേന, ബാങ്ക്, റെയിൽവേ, മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ. അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാണ് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. നൈപുണ്യ പരിശീലനം, മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി ആകെ 12 മാസത്തേക്ക് മാത്രമേ ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ഈ ഒരു ജനുവരി മാസം 31-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാനുള്ള സമയപരിധി. പ്രതിമാസം 15,000 ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 2026-ൽ BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകണം. ജനുവരി 31-ന് മുൻപായി www.bplapp.kwa.kerala.government.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ നൽകാവുന്നതാണ്. അടുത്തതായി, തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. പുതിയ ബിൽ പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി എന്നുള്ളത് 125 ഉയർത്താൻ നിർദ്ദേശിക്കുന്നതാണ് പുതിയ ബില്ല്. അതുപോലെ തന്നെ ദിവസക്കൂലി 240 എത്തുന്ന കാര്യവും ചർച്ചയിലാണ്. ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതന തൊഴിൽ എന്ന നിയമപരമായ ഉറപ്പ് ഈ ഒരു പുതിയ ബിൽ നൽകുന്നുണ്ട്. ഒരു ഗ്രാമീണ വികസന ചട്ടക്കൂട് സ്ഥാപിക്കുക. ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ വേതന തൊഴിൽ എന്ന നിയമപരമായ ഉറപ്പ് നൽകുന്നതാണ് പുതിയ ഈ ഒരു ബില്ല്. പ്രായപൂർത്തിയായ അംഗങ്ങൾ അവിദഗ്ധ കായിക ജോലികൾ ഏറ്റെടുക്കുക. സമ്പന്നവും സ്ഥിരതയുള്ളതുമായ ഒരു ഗ്രാമീണ ഭാരതത്തിനായി ശാക്തീകരണം, വളർച്ച, ഒത്തുചേരൽ, സാച്ചുറേഷൻ എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ഒരു പുതിയ ബിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ജലസുരക്ഷ, ചെക്ക് ഡാമുകൾ, കുളങ്ങൾ, ഭൂഗർഭ ജല റീചാർജ്, ജലസേചനം, വനവൽക്കരണം, പ്രധാന ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ശുചിത്വം, സോളാർ വിളക്കുകൾ, ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, സംഭരണ വിപണികൾ, സ്വയം സഹായ സംഘങ്ങളുടെ കെട്ടിടങ്ങൾ, ക്ഷീര കർഷകർ, മത്സ്യബന്ധനം, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ, കാലാവസ്ഥയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ദുരന്ത പ്രതിരോധവും വെള്ളപ്പൊക്ക സംരക്ഷണം, സൈക്ലോൺ ഷെൽട്ടറുകൾ, അണക്കെട്ടുകൾ, അഗ്നിശമന മാനേജ്മെന്റ്, തൊഴിലാളികളുടെ ബയോമെട്രിക് പ്രാമാണീകരണം, ജിയോ ടാഗ് ചെയ്ത വർക്ക് സൈറ്റുകൾ, ഡിജിറ്റൽ മസ്റ്റർ റോളുകൾ, അതുപോലെ തന്നെ തത്സമയ ഡാഷ്ബോർഡുകൾ, പ്രതിവാര പൊതു വെളിപ്പെടുത്തലുകൾ, AI അടിസ്ഥാനമാക്കിയുള്ള തട്ടിപ്പ് അപകട സാധ്യത ലഘൂകരണം, ഗ്രാമസഭകളുടെ നിർബന്ധിത സോഷ്യൽ ഓഡിറ്റുകൾ എന്നിവയിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ വളരെ കർശനമായിട്ടുള്ള നിരീക്ഷണവും ഈ ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിന് പകരം ഇനി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കും പുതിയ പേര്.
അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ജനുവരി മാസം 20-ാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക. അതിന് മുന്നോടിയായി തന്നെ ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിച്ചുള്ള നോട്ടിഫിക്കേഷൻ 21-ാം തീയതി പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 23-ാം തീയതിയോ 24-ാം തീയതിയോ ഒക്കെ തൊട്ട് ഇതിന്റെ വിതരണം ഉണ്ടാകും. 2000 രൂപയായിരിക്കും ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക. ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി 5-ാം തീയതിക്കുള്ളിലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം പൂർത്തീകരിക്കുക. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.